ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് കിച്ചൺ പ്രൊഡക്ട്സാണ് കേട്ടോ. ഈ ഒരു ടേബിള് ചെറിയൊരു ടേബിളാണിത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന കുപ്പിയൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റും. അതേപോലെ അതിൽ കുറേ അത്യാവശ്യം കൊള്ളൂ കേട്ടോ. ഇത് വളരെ ചെറുതാണ്. ഞാൻ കുറച്ചും കൂടെ നീളം ആ, നീളം കുറവായിരുന്നു. പക്ഷെ അത്യാവശ്യം നമുക്കൊരു സൈഡിലിങ്ങനെ റാക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കിച്ചണിലൊക്കെ നല്ല ക്വാളിറ്റി മെറ്റീരിയലായിരുന്നു. നല്ല തിക്ക് മെറ്റീരിയലായിരുന്നു. അത് നല്ല ഇതായിരുന്നു കേട്ടോ. അതേപോലെ ഇത് ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടപ്പോൾ തൊട്ടേ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഇത് വേണമെന്നുള്ളത്. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഗ്യാസുമ്മലൊക്കെ വെക്കുമ്പോൾ പൊട്ടിത്തെറിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഞാനിതൊരെണ്ണം വാങ്ങിയതായിരുന്നു കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ അതിലിങ്ങനെ ടെമുൽ നിന്നാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. ആമസോണിലും എല്ലായിടത്തും ഉണ്ട് ഇത്. അപ്പം ഇത് നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്ലാസ്സാണ്. ഞാൻ വിചാരിച്ചു വളരെ തിന്നായിരിക്കും എന്നുള്ളത്. പിന്നെ ഓൺലൈനിൽ കാണിക്കുമ്പോൾ റേറ്റ് കുറവിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ക്വാളിറ്റി ഉള്ളത് നോക്കി എടുക്കാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ് ഭയങ്കര അതായത് കട്ടി കുറവായിരിക്കും. കട്ടിയുള്ളത് വാങ്ങിക്കായിരിക്കും നല്ലത്. കുറച്ചും കൂടെ റേറ്റൊക്കെ കാണിക്കുമ്പോൾ അത് വാങ്ങിക്കായിരിക്കും നല്ലത്. ഏകദേശം ഒരു 38 ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ റേറ്റ്. 44 എങ്ങോട്ടുള്ളത് ഓഫറിന് കണ്ടതാട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ 25, 22 ഒക്കെ ആകുമ്പോൾ ഭയങ്കര ക്വാളിറ്റി കുറവായിരിക്കും. ഇത് ക്വാളിറ്റി ഉള്ളത് തന്നെ ആയിക്കോട്ടെ. ഗ്ലാസ് ആകുമ്പോൾ ഗ്യാസുമ്മ വെച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോകുമോ എന്നുള്ളൊരു പേടി എനിക്കുള്ളതുകൊണ്ട് ഞാനങ്ങനെ കുറച്ച് നല്ലത് നോക്കിയെടുത്താണ്. ഇതിലും നല്ലതുണ്ട് കേട്ടോ. 80 ദിറംസിൻ്റെയും 100 ദിറംസിൻ്റെ ഒക്കെ ഉണ്ട്. എന്നാലും അത്രയും കാശ് കൊടുത്ത് വാങ്ങിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇത് പിന്നെ അവർ ഭയങ്കര സേഫായിട്ട് ഒട്ടും കേടുവരാത്ത രീതിയിലൊരു ഇതിൻ്റെ ഉള്ളിൽ തെർമോക്കോളിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് നല്ലതായിട്ട് പാക്ക് ചെയ്തിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഫസ്റ്റ് കാണിച്ച ടേബിൾ ഞാൻ നന്നായിട്ട് സ്റ്റാൻഡൊക്കെ നന്നായിട്ട് പിടിപ്പിച്ചതാണ്. അതിങ്ങനെ ഓരോ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതും ടെമൂന്ന് ഇങ്ങനെ ഓൺലൈനായിട്ട് വാങ്ങിയത്. ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തു എനിക്ക്. കാരണം നമുക്ക് പെട്ടെന്ന് ഗ്യാസ് ഒഴിവില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്ത് വെച്ചിട്ട് ചൂടാക്കേണ്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ രണ്ടിലും സെപ്പറേറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ വെള്ളം ചൂടാക്കാനുണ്ടെങ്കിൽ അതിലപ്പുറത്ത് ചായ ചൂടാക്കാനുണ്ടെങ്കിൽ ലീക്കാവുന്നൊന്നുമില്ല. ഇപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് ലീക്കാവുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റ് ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറേ ഇതുണ്ട്. അതായത് കുറേ ഒരുപാട് റേറ്റ് കൂടിയതുണ്ട്, ഹൈ റേറ്റ് ഉള്ളതുണ്ട്, ലോ റേറ്റ് ഉള്ളതുണ്ട്. അപ്പം റേറ്റ് കൂടിയത് നോക്കിയിട്ട് എടുക്കുക. കാരണം ക്വാളിറ്റിയിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട് റേറ്റ് കുറഞ്ഞാലേ. പിന്നെ ഇത് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോറേജ് ബോക്സാണ് കേട്ടോ. ഇതിങ്ങനെ ഞാൻ ഓഫർ കണ്ടപ്പോൾ അധികം റേറ്റൊന്നുമില്ല, 10 ദിർഹംസ് എങ്ങാണ്ടുള്ളൂ 3 ബോക്സിന്. അപ്പോൾ അതങ്ങനെ ഞാൻ എടുത്താണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സ്പോഞ്ചിനേക്കാളും ഇഷ്ടമായി. ഇതും കിച്ചണിലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ നമ്മളുടെ പാത്രം കഴുകുന്ന സ്പോഞ്ച് ഇട്ടേക്കാം. അതല്ല കുറച്ചും കൂടെ നല്ലൊരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബോട്ടിൽസൊക്കെ ഉണ്ടാവില്ലേ കിച്ചണിൽ, അതൊക്കെ ഇട്ട് വെക്കാം. ഈ ഒരു കിച്ചണിൽ ആണി അടിച്ചിട്ടൊന്നും ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്കിങ്ങനെ ആ ഒരു ഒട്ടിക്കുന്ന ഒരു സംഭവം വെച്ചിട്ട് ഇതാക്കാൻ പറ്റും കേട്ടോ. ഇതെനിക്ക് എൻ്റെ ട്രൈപോഡ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതായത് അതിൻ്റെ അതൊക്കെ ഇങ്ങനെ ലൂസായി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ട്രൈപോഡ് ഓർഡർ ആക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രീ കിട്ടിയതാട്ടോ എനിക്ക്. ടെമൂൽ നിന്ന് വാങ്ങിയപ്പം ഈ 2 ഐറ്റംസ് എനിക്ക് ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഫ്രീ ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര ലോക്കലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ നല്ലൊരു അതിൻ്റെ ആ ഒരു മെറ്റീരിയലൊക്കെ ഭയങ്കര തിക്കായിരുന്നു. ഞാൻ വാങ്ങിയ പോലെ തന്നെ കേട്ടോ. കുറച്ചും കൂടെ ഇതെന്തോ 12 ദിർഹംസ് എങ്ങാൻ കണ്ടുള്ളൂ. കുറച്ചും കൂടെ നല്ലത് നോക്കിയിട്ട് റേറ്റ് കൂടിയത് നോക്കി എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ നന്നായിരിക്കും. പിന്നെ വാൾ സ്റ്റിക്കറിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ട് മുതലേ. അപ്പോൾ ഞാനിവിടെ ലുലുവിലൊക്കെ പോകുമ്പോൾ നോക്കുമ്പോൾ ഒന്നും നല്ലത് കാണാറില്ല. അതായത് നല്ലതൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാനങ്ങനെ വാൾ സ്റ്റിക്കേഴ്സ് കുറച്ചധികം എടുത്തു കേട്ടോ. ഇത് നമുക്ക് ഞാനിതിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഉണ്ണിയുടെ മരുന്നും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കുന്നുണ്ടായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മളിങ്ങനെ നല്ല നല്ല ഭയങ്കര തിക്കാണ്, ഭയങ്കര ഉറപ്പുണ്ട് കേട്ടോ. ഇതിന് ഉറപ്പുള്ളതായിട്ട് ഫീൽ ചെയ്തു. ഓരോ ഭാഗത്തും കുറേ സ്ക്രൂ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കറക്റ്റ് ഫിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കിച്ചണിലെ സംഭവങ്ങൾ ആകെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ വെക്കുക ആകെ പ്രശ്നമായിട്ടുണ്ടായിരുന്നു. ഇതും അങ്ങനെ കേട്ടോ. ഇത് ഞാനിങ്ങനെ ഡൈനിങ് ടേബിളിന്മേൽ ഇങ്ങനെ സൈഡിലാക്കി വെച്ചിട്ട് അതിലിങ്ങനെ എൻ്റെ ട്രൈപോഡും കാര്യങ്ങളൊക്കെ വെച്ച് ഇത് നമുക്ക് ശരിക്കും കിച്ചണിൽ വെക്കാൻ പറ്റും കേട്ടോ. കിച്ചണിൽ നമ്മുടെ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെ ഒക്കെ കുപ്പികൾ ഇങ്ങനെ കറക്റ്റ് വെക്കാൻ പറ്റും. പിന്നെ ഞാൻ എൻ്റെ ഡയറി ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്.
എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. ഇതും എനിക്ക് ഫ്രീ കിട്ടിയതാട്ടോ. ഞാൻ ബാക്കിയുള്ളതാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. 2 ഐറ്റംസ് എനിക്ക് ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇത്രയും നല്ല സാധനങ്ങൾ ഫ്രീ കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ ഇതിലിനി ഒരുപാട് സാധനങ്ങളൊക്കെ വെക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയുള്ള ഫ്ലവറിൻ്റെ നല്ല ഭംഗിയുള്ള പാത്രങ്ങളോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കാം കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാം നമുക്ക്. ഇത് ഞാൻ ആ ഒരു സംഭവം കിച്ചണിലെ റാക്ക് പോലെ ആക്കി യൂസ് ചെയ്തു കേട്ടോ. അതിൽ ഞാനിങ്ങനെ ചെറിയ ചെറിയ മല്ലിപ്പൊടി മസാലകൾ അങ്ങനെയൊക്കെ ഇട്ടിട്ട് വെച്ചു. നല്ല ബലമുണ്ട്. ചുമരുമ്മ ഇങ്ങനെ നമ്മൾ സ്ക്രൂ ചെയ്തില്ലെങ്കിലും അതിൻ്റെ ആ ഇതിൽ ബാക്കിൽ ഒട്ടിക്കുന്ന ആ ഒരു സംഭവം അത് രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് വന്നതാണ് കേട്ടോ. നല്ല ഉറപ്പുണ്ട് കേട്ടോ. അതിന് ഞാൻ വിചാരിച്ചു ഒട്ടിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഊരി വീഴുമെന്നൊക്കെ വിചാരിച്ചു. ഞാൻ വലിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ടെസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷെ നല്ല ഉറപ്പിൽ അതവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതേപോലെ തന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ 2-3 കൂടി വാങ്ങിയാൽ കൊള്ളായിരുന്നു എന്നുണ്ട്. അപ്പം ഞാൻ 2-3 സാധനങ്ങൾ റിട്ടേൺ അടിക്കാൻ നോക്കിയപ്പോൾ ടെമ്പിളിൽ നിന്ന് അതൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടാണ്. അതായത് റിട്ടേൺ അടിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ റീഫണ്ട് അതിൽ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ 2-3 കൂടി വാങ്ങണം ഇൻഷാ അല്ലാ. ഇതും ഞാൻ മുമ്പ് ഇങ്ങനെ കിച്ചണിൽ സാധനങ്ങൾ വെക്കാനായിട്ട് വാങ്ങിയതായിരുന്നു. പിന്നെ ഇതിൽ ഞാൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഓരോന്ന് കഴുകിയിട്ട് വാഷ് ചെയ്തിട്ട് കറി ലീഫും അതേപോലെ എന്തൊക്കെയോ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത്രയും പ്രൊഡക്ട്സാണ് ഞാൻ വാങ്ങിയത്. ഈ ഒരു ഗ്ലാസിൻ്റെതും ആ ഒരു പാത്രമില്ലേ 2 WSന് പറ്റിയ പാത്രം, അതും ഞാൻ വാങ്ങിയതായിരുന്നു. പിന്നെ നമ്മുടെ വാൾ സ്റ്റിക്കേഴ്സ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എനിക്ക് ആകെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം, ഭംഗിയൊക്കെ ഉണ്ട് പക്ഷേ റേറ്റ് കൂടുതലായിട്ട് തോന്നിയത് വാൾ സ്റ്റിക്കേഴ്സിനാണ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കുറവുള്ളത് നോക്കി എടുക്കുക. പിന്നെ മാത്രമല്ല ഭയങ്കര ചെറുതായിട്ടും കാണിക്കുന്ന ആ ഒരു വലുപ്പം കാര്യങ്ങളൊന്നും വാൾ സ്റ്റിക്കേഴ്സിന് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിത് 38-നാണ് വാങ്ങിയത്. 38 അങ്ങനെ എന്തോ സംതിങ് 56 എബോവ് ഉള്ള സംഭവങ്ങൾ വാങ്ങാനായിട്ട് നോക്കുക. കാരണം എൻ്റെ ഫ്രണ്ട് വാങ്ങിയത് 58, 95 ആ ഒരു റേഞ്ചൊക്കെ കാണിക്കുന്നത് വാങ്ങാനായിട്ട് നോക്കുക. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള അതായത് അതിൻ്റെ പാത്രത്തിൻ്റെ ഒരു മെറ്റീരിയൽ നല്ല തിക്കായിട്ടുള്ളതായിരിക്കും. റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ തിൻ മെറ്റീരിയലായിരിക്കും. അപ്പോൾ ഗ്യാസുമ്മലൊക്കെ വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചൂട് പിടിക്കുമോ അങ്ങനത്തെ ഒരു സംശയമുണ്ട്. ഇത് അധികം കട്ടിയില്ല കേട്ടോ ഈ ഒരു പാത്രം. അപ്പം നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയൽ വേണമെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് കൂട്ടിയിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് വാങ്ങി നോക്കിയതാണ്. ഇതിപ്പോൾ നമുക്ക് ഉപ്പേരിയൊക്കെ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കുമ്പോൾ 2 ഭാഗത്തിട്ടിട്ട് ചൂടാക്കാമല്ലോ എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വാങ്ങിയതാണ്. പിന്നെ ഞാൻ ലീക്ക് ചെയ്യുന്നുണ്ടോ, ഇപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് ലീക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്താണ് കേട്ടോ വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ ലീക്കിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് വാങ്ങിക്കുമ്പോൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം. കുറച്ചും കൂടെ റേറ്റ് കൂടിയത് 38-ൻ്റെത് എനിക്ക് കുറച്ചും കൂടെ ഓഫറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല റേറ്റ് നോക്കിയിട്ട് കുറച്ചും കൂടെ റേറ്റ് ഉള്ളത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇതായിരിക്കും കേട്ടോ. അതേപോലെ ഈ ഒരു ഗ്ലാസിൻ്റെത് ഞാൻ റേറ്റ് കുറച്ചും കൂടെ നോക്കിയിട്ടാണ് എടുത്തത്. പിന്നെ ഇതിൽ അത്യാവശ്യം 5 ഗ്ലാസ്, ഈ ഒരു വലിയ ഗ്ലാസ്സിൽ 5 ഗ്ലാസ്സൊക്കെ കൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റേറ്റ് കുറവുള്ള എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ചെറിയതായിരിക്കും. അപ്പോൾ അതിലൊരു ഗ്ലാസ്സൊക്കെ കൊള്ളുള്ളൂ. അതും നോക്കിയെടുക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇൻഷാ അല്ലാ നല്ല വീഡിയോസായിട്ട് വരണ്ട കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഓക്കെ.